ഇന്ന് നമുക്ക് പൂരിയും ബാജി നോക്കാം. ആവശ്യത്തില് നമുക്ക് ഗോതമ്പ് പൊടി എടുത്തിട്ട് അതിലേക്ക് ഉപ്പും ഇളം ചൂടുവെള്ളത്തിൽ കുഴച്ചിട്ടെടുക്കുക. ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെ. ലാസ്റ്റ് കുറച്ച് സോഫ്റ്റ് ആകാൻ വേണ്ടി കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് വെക്കാം. പിന്നെ നല്ല ചൂടായ എണ്ണയിലേക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഓരോന്നപ്പം നമുക്ക് ചുട്ടിട്ടെടുക്കാം. പൂരി ഉണ്ടാക്കാം. ഇനി നമുക്ക് ബാജി ഉണ്ടാക്കാം. അതിന് ഫസ്റ്റ് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് ഞാൻ ഒരു ഉള്ളിയാണ് എടുത്തിരുന്നത്. ഒരു ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി നല്ലോണം വഴന്നിട്ട് വരുമ്പോൾ ജസ്റ്റ് കുറച്ച് ഉപ്പും പിന്നെ ഞാൻ എരിവിന് 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള തന്നെ പച്ചമുളക് അതും കൂടി ചേർത്തിട്ട് നല്ല കുറച്ച് സമയം വഴറ്റിയിട്ടെടുക്കാം. കയ്യിലുണ്ടെങ്കിലും കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം വന്നിട്ടാകുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ചിട്ട് വെച്ചിട്ടുള്ള പൊട്ടാറ്റോയും കൂടി ഇട്ട് കൊടുക്കാം. പൊട്ടാറ്റോ എല്ലാം ഇട്ടിട്ട് നല്ലോണം ഇത് ഉടച്ചിട്ട് എടുക്കണം. ഫുള്ള് കുത്തിയിട്ട് നല്ല സ്മാഷ് ആക്കിയിട്ട് എടുത്തിട്ട് പിന്നെ ഇതിലേക്ക് പൊട്ടാറ്റോ വേവിച്ച വെള്ളം ഉണ്ടാവുമല്ലോ അതും കുറച്ച് ചേർത്തിട്ട് നല്ലോണം നമ്മൾ ബാജി പോലെ ആക്കിയിട്ട് എടുക്കണം. ഫുള്ള് മിക്സ് ആക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഈ സമയത്ത് ഞാനിവിടെ പൊട്ടാറ്റോ വേവിക്കാൻ 3 വിസിലാണ് വെച്ചത്. നല്ലോണം തിക്കായിട്ട് വരുമ്പോൾ നല്ലോണം തിളച്ചിട്ട് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം.